പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവങ്ങൾക്കും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു ചിന്ത, നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിച്ച് ദൈവീക സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി ഇറങ്ങുമ്പോൾ, അല്ലേ, നമ്മൾ ധൈര്യത്തോടെ ഇറങ്ങുന്ന സമയത്ത് ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് സംഭവിക്കും? മുന്നോട്ട് പോകാൻ പറ്റാതെ, അല്ല എങ്കിൽ ആ പോകുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് അത് ഞാൻ സക്സസ് ആവത്തില്ല, പോയാലും അത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു പറഞ്ഞൊരു ഭാരം നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ, ദൈവിക കാര്യത്തിനായിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഏൽപ്പിച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഭാരപ്പെടേണ്ട കാര്യമില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമുക്ക് നമ്മുടെ കർത്താവിനെ തന്നെ എടുക്കുക, അല്ലേ? കർത്താവിനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷയായിരുന്ന ലാസറിനെ, മരിച്ച് 4 നാളായിട്ട് നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ച ഒരു ശുശ്രൂഷ, അല്ലേ? ആ ഒരു അത്ഭുത കാര്യം കർത്താവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ആ യഹൂദയിലേക്ക് കടന്നു പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്: കർത്താവെ, അങ്ങോട്ട് പോകാൻ നീ വീണ്ടും ഭാവിക്കുന്നു, കാരണം നിന്നെ അവിടെ ചെന്നാൽ ആ ദേശത്തേക്ക് കടന്നു ചെന്നാൽ നിന്നെ കല്ലെറിയാൻ വേണ്ടി അനേകം വ്യക്തിജീവിതങ്ങൾ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് കർത്താവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചല്ലേ. പക്ഷെ കർത്താവ് അതിൽ നിന്ന് പിന്തിരിഞ്ഞോ? ഇല്ല. കർത്താവിനെ അദ്ദേഹത്തിന്റെ പിതാവ് ഏൽപ്പിച്ച, ദൈവം ഏൽപ്പിച്ച ആ ഒരു റെസ്പോൺസിബിലിറ്റിയോടെ തന്നെ അതിലേക്ക്, ആ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കർത്താവ് നടന്നു കയറിയത്. പക്ഷെ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും നമ്മളിപ്പോഴും പറയുകയും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും അനേകർക്ക് നമ്മൾ പറഞ്ഞ് ബലപ്പെടുത്തുന്ന ഒരു വലിയ അത്ഭുതകരമായ സാക്ഷ്യമായി തീർന്നതാ ലാസർ ഉയർത്തെഴുന്നേറ്റത്, അല്ലെ? ലാസറിനെ ഉയർപ്പിച്ചത് 4 നാൾ, അല്ലെ, നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് പോലും ലാസറിനെ ഉയർപ്പിക്കുവാൻ തക്കണം കർത്താവ് ഇടയായി. തന്റെ ശിഷ്യന്മാർ പറഞ്ഞ ഒരു പ്രതിസന്ധി നോക്കി ആ ഒരു ദേശത്ത് തന്നെ നിന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ചില മേഖലകളിൽ, ചില മണ്ഡലങ്ങളിൽ ചില പ്രതിസന്ധികൾ കയറി വരും. നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഒരിക്കലും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നോ അല്ലെങ്കിൽ സ്നേഹമില്ലാട്ടോ അല്ല. ഒരുപക്ഷെ അവർ സ്നേഹം കൊണ്ട് പറയും, നീ അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല, അത് സക്സസ് ആവത്തില്ല, പരാജയപ്പെട്ടു പോകും, നിനക്ക് നാശം സംഭവിക്കും എന്ന് പറഞ്ഞ് സ്നേഹം കൊണ്ട് പോലും ചിലപ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിച്ച ഇറങ്ങുന്നതെങ്കിൽ ആ പ്രതിസന്ധിയിലേക്ക് ഒന്ന് നടന്ന് കയറുവാൻ തയ്യാറാവുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തായിട്ട് കർത്താവ് നമുക്കൊരു വലിയ അത്ഭുതത്തെ, വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അത് റിസീവ് ചെയ്യാൻ തക്കണം ഈ ദിവസങ്ങളിൽ എന്നെയും നിങ്ങളെയും ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. അത് നമുക്ക് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് മുന്നേറുകയാണെങ്കിൽ കർത്താവ് മാനിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ഷോട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ മെസ്സേജിൽ നിന്ന് നിർത്തിക്കൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.